all thought that we did the right thing, but it didn't turn out that way. It's been heavy and we're starting to break, but I hope you'll be okay. ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഐശ്വര്യമായിട്ട് തന്നെ നമ്മൾ കറിവേപ്പില മരത്തുമെന്ന് ആയിക്കോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഒരു തണ്ട് കറിവേപ്പില എടുക്കാൻ വേണ്ടി വന്നത്. സ്റ്റോക്കാക്കി അങ്ങനെ വെക്കലൊന്നുമില്ല. അങ്ങനെ സ്റ്റോക്കാക്കി വെക്കുമ്പോഴത്തേനും ആ ഫ്രഷ്നെസ് അങ്ങോട്ട് പോയി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ഫ്രഷിൽ തന്നെ പൊട്ടിക്കുകയാണ് കേട്ടോ, കറിയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഇത് നമ്മൾ വേറൊരു കറിവേപ്പില മരമാണ് കേട്ടോ. അപ്പോൾ 2 മരം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ ഇലയ്ക്ക് എന്തൊക്കെയോ ഒരു പുള്ളിക്കുത്തൊക്കെ എന്തൊക്കെയോ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്ന് എടുത്തതാണ് ഇല. അതായത് പച്ചക്കറി ഉണ്ടാവുമ്പോൾ അതിൻ്റെ കായകളൊക്കെ ഇങ്ങനെ ചുരുങ്ങി പോവുക, വളഞ്ഞു പോവുക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നാട്ടോ അടിക്കുന്നത്. ജീപ്പ് കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ. നേരം വെളുത്താൻ തുടങ്ങും അതിൽ കയറി കുത്തിയിരിക്കാൻ. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതിലിങ്ങനെ പോയോണ്ട് കളിക്കാൻ. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കാണിക്കുന്നില്ല എന്നത്തെയും പോലെ. ഇന്നും പത്തിരി തന്നെയാനും. അപ്പോൾ എന്നും പത്തിരി കാണിച്ച് നിങ്ങളെ ചടപ്പിച്ച് വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇന്ന് അതിൻ്റെ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കുള്ള പ്രിപ്പറേഷൻ തുടങ്ങുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് ചേമ്പില്ലേ, നമ്മൾ കറിയൊക്കെ വെക്കുന്ന ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. അത് കുറച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ നല്ലോണം ക്ലീനാക്കി വെച്ചതാണ് കേട്ടോ. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വെച്ചത്. ഇനി അത് നല്ലോണം കഴുകിയിട്ട് ഞാനത് കട്ട് ചെയ്യാൻ പോവുകയാണേ. ഇത് ഭയങ്കര സ്പെഷ്യലൊന്നുമല്ല കേട്ടോ. പച്ചക്കറി ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടമുണ്ടാവും. അതല്ല, ബീഫും ഇറച്ചിയും മീനും അങ്ങനെയൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. ഇതൊരു താളിപ്പ് പോലെയുള്ള കറിയാണ് കേട്ടോ. പിന്നെ ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ട്രൈ ചെയ്യുകയും ചെയ്യാമല്ലോ.
അങ്ങനെ ഞാനിതെല്ലാം നുറുക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിക്കും. അല്ല, ഞാനിത് കുക്കറിലിട്ടിട്ട് ഞാനിത് താണു പോണതിനനുസരിച്ചിട്ട് ഞാൻ അതിലേക്ക് വീണ്ടും 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 ഇട്ടെടുത്ത് ഇങ്ങനെ പെട്ടെന്ന് താളിപ്പോണൊരു സംഭവമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനത് താണു പോണതിനനുസരിച്ച് വീണ്ടും വീണ്ടും അതിലിങ്ങനെ നിറച്ച് കൊടുത്തു. ഞാൻ കുറച്ച് പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് അത് ഒരു വിസിൽ കൊടുത്ത് വേവിക്കുകയാണ് കേട്ടോ. അപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. അത്ര തോനെ ചേമ്പിൻ്റെ തണ്ടുണ്ടായിട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് ഞാൻ അവിടെ മാറ്റി വെച്ചു. ഇനി അതിലേക്ക് ചെറിയുള്ളിയും പിന്നെ കറിവേപ്പിലയും താളിച്ചൊഴിക്കാനുണ്ട്. അപ്പോൾ അതിന് മുൻപ് ഞാൻ പപ്പായ ഉപ്പേരിക്ക് വെച്ചതാട്ടോ. ഇതാട്ടോ ഞാൻ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഇട്ടിട്ട് താളിക്കാൻ പോവുകയാണ്. അപ്പോൾ ആ താളിപ്പാണ് കേട്ടോ അതിലേക്ക് ഒഴിക്കണത്. അപ്പം താളിപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പപ്പായ ഉപ്പേരി ആക്കിയിട്ടുണ്ട്. അതിലേക്കും ഞാൻ ഈ താളിപ്പ് തന്നെയാണ് കേട്ടോ ഒഴിക്കണത്. അപ്പോൾ താളിപ്പൊഴിച്ച് അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ഉടച്ചെടുക്കുന്ന കേട്ടോ എനിക്കിഷ്ടം. ചില ആൾക്കാർക്ക് ഉടച്ചെടുക്കുന്ന ഇഷ്ടം ഉണ്ടാവില്ല, പക്ഷേ എനിക്കിങ്ങനെ ഇഷ്ടം. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് ഉണക്കൽ മുള്ളനാണ് കേട്ടോ. മുള്ളൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പപ്പായ ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഉണക്ക ചെമ്മീൻ കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുകയാണ്. മുളക് പൊടിക്കാണ് കേട്ടോ. അപ്പോൾ പച്ചമാങ്ങ ഇട്ടിട്ടാണ് കേട്ടോ മുളക് പൊടിക്കണത്. ഈ ചമ്മന്തി ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒന്നും വേണ്ട, ചോറ് തിന്നാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചെറിയുള്ളി പൊളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി ചെറിയുള്ളി. വെളുത്തുള്ളി വേണ്ട കേട്ടോ. വെളുത്തുള്ളി ഞാൻ പൊളിച്ചപ്പോൾ പാത്രത്തിലെടുത്തു എന്ന് മാത്രം. അപ്പോൾ പച്ചമാങ്ങ, ചെറിയുള്ളി, പിന്നെ അതുപോലെ വറുത്ത ഉണക്കമീൻ, പിന്നെ കുറച്ച് തേങ്ങയും ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ഫേവറേറ്റ് ചമ്മന്തിയാണ് കേട്ടോ ഇത്. എല്ലാവരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ ആട്ടോ ഉണ്ടാക്കൽ. ഒരു കാര്യം മറന്നുപോയി, ഞാൻ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, 3 എണ്ണം. കണ്ടോ, അരഞ്ഞിട്ടില്ല ഗൈസ്. ഫൈനലി നമ്മുടെ ചമ്മന്തി റെഡി ആയിരിക്കുകയാണ് ഗൈസ്. ഇത് അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടായി കഴിഞ്ഞാൽ ചോറിന് വേറെ ഒന്നും വേണ്ട. അങ്ങനെ ചമ്മന്തിയൊക്കെ ആക്കി പിന്നെ പെട്ടെന്ന് അകമൊക്കെ ഒന്ന് അടിച്ചു വാരി തുടച്ച് ക്ലീൻ ആക്കി ഇടാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് അതും കൂടെ ചെയ്യാണ്. ജോലികളൊക്കെ പെട്ടെന്ന് ഇങ്ങനെ തീർത്ത് വെക്കണം. അത് കഴിഞ്ഞാൽ സമാധാനം, പിന്നെ വെറുതെ ഇരിക്കാമല്ലോ. പക്ഷെ ഇപ്പാൻ്റെ ആ നൃത്തം കണ്ടിട്ട് നിങ്ങൾക്കൊരു പാവമായി തോന്നണില്ലേ? നിങ്ങൾ പഠിച്ചത് അഗ്രികൾച്ചർ. പച്ചക്കറി ഉണ്ടാക്കാൻ സിമന്റ് കോൺക്രീറ്റ് ചെയ്ത് അതെ. ഹലോ അഞ്ചുട്ടോടെ അഞ്ചുട്ട പോവാണോ? അഞ്ചുട്ട എവിടെ പോവാ? ബീച്ച്. ചെരുപ്പ് മാമ ചീത്ത പറയും ചെരുപ്പ് ഇട്ടില്ലെങ്കില്. അതാ അങ്ങനത്തുണ്ട്. ഓ അത് കൊള്ളു. വേറെ ഒന്നും നമ്മൾ വാങ്ങാം. ഇവിടെ കുത്തിരി അതിന്റെ മുകളിൽ കുത്തിരി വാപ്പിച്ച് അത്ര കുനിയാനാവില്ല.
ആ അവിടെ വേറൊന്ന് നമുക്ക് വാങ്ങണേ. അവിടെ എത്രയോ കുട്ടികളുണ്ട്, ഉതിർക്കൊന്നും കളിക്കില്ലേ. എന്നെ ആടാക്കിയിട്ട് വൈകുന്നേരം വാപ്പിച്ച് വരുന്നുണ്ട് കൊണ്ടുപോകാൻ. അഞ്ചൂട്ടൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ കൊണ്ടാക്കാം. എല്ലാവരും പോവാൻ തുടങ്ങിയണമല്ലോ, അഞ്ചൂട്ടൻ്റെ കൂടെ ഉള്ളവരൊക്കെ. മാമനോട് പറയാം ഞങ്ങൾ പോയി വരികയാണ്. ആ പോവാ, ടാറ്റ പറയ്, ബൈ ബൈ, സീ യു. അപ്പോൾ അങ്കണവാടിയിൽ നിന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു മോൻ്റെ ഹൈറ്റും വെയിറ്റൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് അവർ രണ്ടുപേരും പോവാട്ടോ. അഞ്ചൂട്ടനെയും കൊണ്ട് ഉപ്പ പോവുകയാണ് അങ്കണവാടിയിലേക്ക്. അഞ്ചൊക്കെ സ്റ്റാർട്ടാക്കിയല്ലോ, അങ്ങോട്ട് ഇത് അവിടെ പോയി കണ്ടിട്ട് ടാറ്റ വേണ്ട, കാറ്റോടെ കാറ്റോടെ എവിടെ ഉമ്മച്ചിക്ക് ഐസ്ക്രീം കൊണ്ടു തന്നതാ? എവിടെ നോക്കട്ടെ. എനിക്ക് കിട്ടിയില്ല. അഞ്ചുട്ടൊക്കെ ഐസ്ക്രീം കിട്ടിയില്ലെന്ന് പറഞ്ഞാൽ കിട്ടിയില്ല. ഉമ്മ ബാത്റൂമിൽ പോയത്. അമ്മച്ചിക്ക് തരൂലേ? എന്നാ കൊണ്ടാ, ഇതെല്ലാം അമ്മച്ചിക്ക് കേട്ടോ. ഇത് 2 എണ്ണം കേട്ടോ. 2 എണ്ണം അമ്മച്ചിക്ക്. അമ്മച്ചിക്ക് ഒന്നുള്ളൂ. ഒന്നല്ലേ തന്നിട്ടുള്ളൂ, ഒന്നല്ലേ തന്നിട്ടുള്ളൂ. താങ്ക് യു, ഐ ലവ് യു. ഉമ്മച്ചി താങ്ക് യു പഞ്ഞില്ലേ? അങ്ങനെ അഞ്ചൂട്ടം പോയി വന്നപ്പോൾ കൊണ്ടുവന്നതാണ് കേട്ടോ. മറ്റേ മഞ്ചാടി എന്ന് പറഞ്ഞിട്ടുള്ള സിപ്പപ്പാണ് കേട്ടോ. അത് സുറുക്കായതുകൊണ്ട് അവൻ്റെ കയ്യിൽ നിന്ന് വെള്ളം മേടിച്ചെടുത്തതാണ്. മറ്റത് അതെല്ലാം പൊട്ടിച്ച് നാശാക്കി. അതെല്ലാം കുടിക്കുകയും ചെയ്യും, അത്ര കുടിക്കേണ്ടെന്ന് വിചാരിച്ച് മേടിച്ചതാണ് കേട്ടോ അവൻ്റെ കയ്യിൽ നിന്ന്. ഞാനൊന്നേ കഴിച്ചിട്ടുള്ളൂ, ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു, ആരെയും കഴിച്ചോട്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ എനിക്കും ഇതത്ര ഇഷ്ടമൊന്നുമില്ല. പക്ഷേ തന്നപ്പോൾ ഒന്ന് കഴിച്ചു എന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഞങ്ങളൊരു ബേബിനെ കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഞങ്ങൾ ബേബിനെ കാണാൻ വേണ്ടി പോകുമ്പോൾ രാത്രി ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ പോണ വഴിയിൽ നിർത്തിയിട്ട് ഞങ്ങൾ ഡ്രസ്സൊന്നും മേടിച്ചിട്ടുണ്ടായിരുന്നില്ല, കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ മേടിച്ചിട്ട് വേണം പോവാൻ. ഈ ഷോപ്പിൽ നിന്നാണ് കേട്ടോ മേടിച്ചത്. അപ്പോൾ ഇവിടെ കയറി ഞങ്ങൾ ബേബിക്കുള്ള ഡ്രസ്സൊക്കെ മേടിച്ച്
അങ്ങനെ പോയി വന്നപ്പോൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ എല്ലാവിധ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആപ്പിളും മുന്തിരിയും ഇഷ്ടമുള്ള എല്ലാ ഫ്രൂട്ട്സും എടുത്തിട്ട് ഫ്രൂട്ട് സലാഡിന് ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇത്രയും ഫ്രൂട്ട്സാണ്. ഇത്രയും വെച്ചിട്ടാട്ടോ ഞാൻ സാലഡ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. ആപ്പിളൊക്കെ നുറുക്കിയൊക്കെ ആക്കിയപ്പോൾ ഭയങ്കര രസമായിട്ട് നല്ല കളർഫുള്ളായിട്ടില്ലേ സാലഡ്. എല്ലാ ഫ്രൂട്ട്സും ഞാനിതിൽ ഇങ്ങനെ കൊത്തി നുറുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ ആഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ഞാനൊരു 500 പാലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നല്ലോണം തിളപ്പിച്ച് പൊങ്ങി വരുമ്പോഴത്തേനും അതിലേക്ക് നമ്മളെ കസ്റ്റേർഡ് ഇല്ലേ, നമ്മളെ കസ്റ്റേർഡ് പൗഡർ ഒരു 2-3 സ്പൂൺ ഇട്ടിട്ട് കലക്കി വേറെ പച്ചവെള്ളത്തിൽ കലക്കി അതിലേക്ക് ഞാനൊരു കുറച്ച് വനില എസൻസ് ഊറ്റിച്ച് കൊടുത്തിട്ട് അത് നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതാട്ടോ നമ്മളെ കസ്റ്റേർഡ് പൗഡറും വനില എസൻസും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഷുഗർ കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ഈ പാലിൽ. അതിൽ നല്ലോണം മിക്സ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രൂട്ട്സിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു വെള്ളം പോലെ അങ്ങനെ ആവും ആ ഷുഗർ അലിഞ്ഞു പോകുമ്പോൾ. അപ്പോൾ ഞാൻ ഈ കസ്റ്റേർഡിലാട്ടോ ഷുഗർ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഞാനൊരു ബോട്ടിൽ കണ്ടൻസ് മിൽക്കും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പെട്ടെന്ന് നല്ലോണം ഇളക്കി കൊടുക്കണേ. ഇത് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലോണം ഇളക്കി കൊടുക്കണം. ചൂടുള്ള പാലിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പെട്ടെന്ന് കട്ട കുത്താൻ നല്ല സാധ്യത ഉണ്ട് എന്ന് മാത്രമല്ല, കട്ട കുത്തും നല്ലോണം ഇളക്കി കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഞാൻ കസ്റ്റേർഡ് മിൽക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് മുഴുവൻ ഒഴുകി പോന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതിലെന്നെ ഇട്ട് വെച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കസ്റ്റേർഡ് കേട്ടോ. അപ്പോൾ ഞാൻ ചൂടാറിയതിന് ശേഷമാണ് ഒഴിക്കേണ്ടത്. എന്നിട്ട് ചൂടാറിയതിന് ശേഷം നല്ലോണം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ തണുത്തതാർക്കും ഉമ്മാക്കൊന്നും തണുത്തത് വേണ്ടി വരില്ല. അപ്പോൾ ഉമ്മാക്കൊക്കെ ഞാൻ തണുക്കാത്തതിന് മുമ്പ് ഒന്ന് ടെസ്റ്റിന് കൊടുത്തു കേട്ടോ. ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അഞ്ചൂട്ടനും കൊടുത്തു. എന്ത് സൂപ്പറാണ് പറ. ആക്കി തന്നത് സൂപ്പറാ പറ. ഇഷ്ടപ്പെട്ടോ? താങ്ക് യു പറ. പപ്പന ബാപ്പത്തിന മമ്മന മെറ്റിന അണ്ടൂട്ടന് ഡാറ്റി അലവ അണ്ടൂട്ട് മമ്മന മിപ്പന താത്തത്തിന് ഡാറ്റിക്കിന അല്ലാടോ മുട്ടായി കൊഴിക്ക് അല്ലവോ. പിന്നെ ആരൊക്കെ രക്ഷിക്കേണ്ടത്?
മെറ്റിനെ അല്ലാതെ രക്ഷിക്കണേ ഉം. അല്ലാതെ രക്ഷിക്കും എല്ലാവരും അള്ളാഹു രക്ഷിക്കണേ പറയും. അല്ലാതെ രക്ഷിക്കണോ എല്ലാവരും കാത്ത് രക്ഷിക്കണേ അള്ളാഹുവേ. ആമീൻ പറയും. ആമീ പതി ആമീ ആ പറ്റൂടാ